എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത പലഹാരമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഇളം ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇളം ചൂട് പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ഉപയോഗിക്കാവുന്നതാണ്. 1/2 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രാന്യൂൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രാന്യൂൾസാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടറോ നെയ്യോ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പാൽ ആവശ്യത്തിന് വേണമെന്ന് തോന്നുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരല്പം കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. പാൽ ഇളം ചൂടായിട്ടുള്ള പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പാലിന് പകരം വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് 2 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിപ്പോൾ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടിരിക്കേണ്ടത്. ഇതിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യേണ്ടത്. 1 മണിക്കൂർ നേരത്തേക്കാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. ഇത് അങ്ങനെ ഡബിൾ സൈസ് ആവണമെന്നൊന്നുമില്ല. 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതാ ഇതിപ്പോൾ നല്ലപോലെ തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഞാനിവിടെ കുറച്ച് പച്ചക്കറികളാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. 1 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളിയുടെ ആ ഒരു സീഡൊക്കെ മാറ്റിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഒഴിവാക്കിയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചക്കറികൾ നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത മുഴുവൻ പച്ചക്കറി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു പാനിലാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ചിക്കൻ ക്യൂബ്സും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ചിക്കനാണിത്. ചിക്കൻ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിക്കൻ കൂടെ വരുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. കുറച്ച് ക്യാപ്സിക്കം ഒരല്പം വലുപ്പത്തിൽ അരിഞ്ഞതും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിച്ചിയിട്ട് നേരത്തെ കൂട്ടിൽ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ വീണ്ടും ചിക്കൻ ക്യൂബ്സും ക്യാപ്സിക്കം വെക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ടും ഒന്ന് ചെറുതായിട്ട് പിച്ചിയിട്ട് കൂട്ടിലേക്ക് മിക്സ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല രുചി തന്നെയാണ്. ഇനി ഇത് അടുപ്പിലേക്ക് വെക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റ് നേരമാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെ മുകൾ ഭാഗമൊക്കെ നന്നായി ഡ്രൈ ആയി വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്താൽ മതി. 5 മിനിറ്റൊന്നും വേണ്ടി വരില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ആ ഒരു ഉൾഭാഗത്തോളം നന്നായിട്ട് വെന്ത് വന്നതാണ്. ആ ഒരു മുകൾ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക മാത്രമേ ചെയ്യണ്ടൂ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മുരിഞ്ഞ ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. അഥവാ മുരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് നോക്കിയാൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ മുറിച്ചും കൂടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ശരിക്കും ബ്രെഡ് കഴിക്കണ ആ ഒരു ഫീലാണ് കിട്ടുക. പക്ഷേ ഇതിലേക്ക് ഒരുപാട് പച്ചക്കറികളും അതുപോലെ തന്നെ ചിക്കനും ചീസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കടക്കം ഇഷ്ടമാവുന്ന നല്ലൊരു രുചിയിലാണ് ഇതുണ്ടാകുക. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനായാലും പെർഫെക്റ്റ് ആണ്. ട്രൈ ചെയ്ത് എന്തായാലും ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.